നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ 2026 വർഷം ജൂൺ 16 മുതൽ 30 തീയതി വരെയുള്ള ഭാരതീയ അസ്ട്രോളജി പ്രകാരമുള്ള ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി നമ്മളിവിടെ പറയുന്നത് ഓരോ ദിവസവും ഈ കാർത്തിക നക്ഷത്രക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം കൂടുതൽ മെച്ചകരമാകുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓരോ തീയതികളിലും അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ വരുന്ന ഫലങ്ങളാണ്. ഈ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് 1-ാം പാദം മേടം രാശിയിലും 2, 3, 4 പാദങ്ങള് ഇടവം രാശിയിലുമാണ് വരുന്നത്. ആദ്യമായിട്ട് നമ്മൾ സാമ്പത്തിക കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ജൂൺ 18, 22, 28 തീയതികള് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് വളരെയധികം മേന്മയുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഈ സമയങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് വളരെ മെച്ചമുണ്ടാകുന്നതാണ്. കുടുംബസ്വത്ത്, സ്വർണം, സ്ഥിര നിക്ഷേപം എന്നിവയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. എന്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും അത് നമ്മൾ മേൽപ്പറഞ്ഞ തീയതികളിൽ നടത്തുകയാണെങ്കിൽ വളരെയധികം മെച്ചമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഭാഗ്യം വന്നു ചേരുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വേണ്ടുവോളമുള്ള ദിവസമാണ്. ഒന്നിലധികം സ്രോതസ്സിൽ നിന്നും വരുമാനം ഈ സമയത്തുണ്ടാവുന്നതാണ്. 18, 22, 28 തീയതികളിൽ സാമ്പത്തികപരമായിട്ട് നടത്തുന്ന ഏതൊരു ഇടപാടും നിങ്ങൾക്ക് ലാഭമായിട്ട് മാറുന്നതാണ്. പക്ഷെ ഈ സമയത്ത് തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പണമിടപാട് നടത്തുമ്പോൾ 24, 30 തീയതികളിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെയധികം തെറ്റാനുള്ള സാധ്യതയുമുണ്ട്. കോപം കൊണ്ടൊക്കെ എടുക്കുന്ന ഒരു തീരുമാനമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ദേഷ്യം മൂലം നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുന്ന ഒരു രീതി കൂടി കാണുന്നുണ്ട് 24, 30 തീയതികൾ. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഊഹക്കച്ചവടം, ബ്രോക്കറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കർമ്മരംഗത്തേക്ക് കടക്കുമ്പോൾ കർമ്മരംഗം ഏതുമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് തൊഴിലായിക്കോട്ടെ, സർക്കാർ ഉദ്യോഗമാകട്ടെ, സ്വയം തൊഴിലാകട്ടെ, ബിസിനസ് ആകട്ടെ, ഏതിലും നിങ്ങൾക്ക് ജൂൺ 16 മുതൽ 20 വരെ വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. വളരെയധികം ഊർജം നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങളുടെ മേഖലകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആ സമയങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നതാണ്. നേതൃഗുണം തെളിയിക്കാൻ പറ്റിയൊരു സമയമാണിത്. സർക്കാർ ജോലിയിലൊക്കെ ഉള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അധികാരവും ഒക്കെ വന്നു ചേരുന്നുണ്ട്. പട്ടാളം, പോലീസ്, അഗ്നി സംബന്ധമായിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്ക്, അഗ്നിസേനയിലൊക്കെ ഉള്ളവർക്ക്, സേനയിലുള്ളവർക്ക് കൂടുതലായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കരുത്ത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് ജൂൺ 27 ശേഷം പുതിയ പ്രൊജക്ടുകളൊക്കെ വരാൻ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് പ്രൊമോഷനൊക്കെ ലഭിക്കുവാന്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുതിയ കോഴ്സുകളൊക്കെ പഠിക്കുവാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ കർമ്മരംഗത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് നമ്മളിവിടെ പറഞ്ഞത്. ജൂൺ 16 മുതൽ 20 വരെ വളരെ നല്ലൊരു സമയമാണ് തൊഴിൽപരമായിട്ട്. അതുപോലെ തന്നെ ജൂൺ 27 ശേഷം നിങ്ങൾക്ക് ഈ കർമ്മരംഗത്ത് വലിയൊരു മാറ്റവും സംഭവിക്കുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ദേഷ്യവും പിടിവാശിയും ഒക്കെ കൂടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ പ്രണയബന്ധത്തിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ജൂൺ 19, 26 തീയതിയിൽ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. കോപം മൂലം നിങ്ങൾക്ക് വലിയൊരു തർക്കമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പിതാവുമായിട്ടോ പിതൃതുല്യരുമായിട്ടോ ഒക്കെ ആകാവുന്നതാണ്. അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലാകാം, പ്രണയനികൾ തമ്മിലാകാം. നിങ്ങൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുമായിട്ടാണ് നിങ്ങൾ ഒരു തർക്കമൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലൊരു അഹങ്കാരം ഈ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട്. അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപേക്ഷിച്ച് നിങ്ങൾ മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവാഹ ആലോചനകൾ അല്ലെങ്കിൽ പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് തെരഞ്ഞെടുക്കേണ്ട ദിവസം ജൂൺ 17 അല്ലെങ്കിൽ ജൂൺ 29 തീയതികൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ വിവാഹം ഒക്കെ
നടക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടം മറ്റൊരാളോട് പറയണമെങ്കിലും ഈ ഒരു സമയം തെരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ രക്തസമ്മർദ്ദവും ത്വക്ക് രോഗങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ജൂൺ 21, 25 തീയതികളില് വൈദ്യുതി, അഗ്നി അതുപോലുള്ള അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം. ചെറിയ മുറിവും പൊള്ളലും ഒക്കെ ഏൽക്കാനൊക്കെയുള്ള ഒരു സാധ്യത ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറിപ്പോകാവുന്നതാണ്. ഈ കാർത്തികയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നതിന് തീ കത്തുന്ന പോലെയാണ്. അതായത് നിങ്ങളുടെ വാക്കുകൾക്കൊക്കെ വളരെയധികം ജ്വലനശേഷിയുള്ളതാണ്. അത് മറ്റുള്ളവരെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കാറില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ജൂൺ 20-നും 23-നും എടുക്കുന്ന തീരുമാനങ്ങളിൽ വാക്കുകളിലൊക്കെ ഒരു സൂക്ഷ്മത ഉണ്ടാവണം. അമിത കോപം നിങ്ങൾക്ക് ശത്രുക്കളെയൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത്. നിങ്ങളുടെ ചെറിയ ചെറിയ ഈഗോ മൂലം പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രക്കാരെ ഈ സമയത്ത് മാത്രമല്ല, ഇത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈഗോ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇച്ചിരി കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിപ്പോ നമ്മള് പറയുമ്പോൾ തന്നെ നമ്മളോട് തന്നെ ഇവർക്കൊരു ഈഗോ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് പറയാൻ നീ ആരടാ എന്നുള്ള ഒരു ഈഗോ നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഈഗോസ് മാറ്റിവെച്ച് മറ്റുള്ളവർ പറയുന്നതിനോട് ഒന്ന് ചെവി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞായറാഴ്ച ദിവസം കാർത്തിക നക്ഷത്രക്കാര് സൂര്യദേവനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും എല്ലാം വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വെള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ കോപം അടക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ വെള്ളവസ്ത്രം ഒന്ന് കയ്യിൽ കരുതുന്നതും വളരെ നല്ലതായിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതില് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.